വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകാം. പി ബസന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബസന്ത്, ഈ സ്റ്റേ എന്ന നിലയിലേക്ക് അതിൻ്റെ കാരണങ്ങളൊക്കെ ഉയർത്തുകയാണോ ഇപ്പോൾ കോടതിയിൽ അഭിഭാഷകർ ഹർജിക്കാർക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ വാദങ്ങൾ ഭരണഘടനാ വിരുദ്ധം എന്ന തരത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഹർജിക്കാരുടെ അഭിഭാഷകർ? പ്രജിഷ്, അല്പസമയം മുമ്പാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണനയ്ക്ക് എടുത്തിട്ടുള്ളത്. ഇതിൽ മുസ്ലിം ലീഗിൻ്റെ ഹർജിയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. മുസ്ലിം ലീഗിന് വേണ്ടി കപിൽ സിബലാണ് പ്രധാനമായും വാദങ്ങൾ ഉന്നയിക്കുന്നത്. കപിൽ സിബൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതൊരു മതത്തിൻ്റെ അനുപേക്ഷണീയമായ ഒരു ആചാരത്തിനിടയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഈ വഖഫ് നിയമം എന്നുള്ളതാണ്. അതായത് ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരം സ്വതന്ത്രമായി ആചരിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതിൻ്റെ ലംഘനമാണിത്. അതായത് ഒരു സ്ഥാപനം സ്ഥാപിക്കുകയോ നടത്തുകയോ അത് ദാനം ചെയ്യുകയോ ചെയ്യുക എന്നുള്ള ആ മതപരമായ ഒരു ആചാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നാണ് കപിൽ സിബൽ ഇപ്പോൾ വാദിക്കുന്നത്. മാത്രമല്ല, ഒരു വസ്തു ദാനം ചെയ്യണമെങ്കിൽ ഒരു മുസ്ലിമാണ് എന്ന് തെളിയിക്കുക എന്നുള്ളൊരു വകുപ്പ് കൂടി ഈ നിയമത്തിലുണ്ട്. അത് മുസ്ലിം വ്യക്തി നിയമത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നാണ് കപിൽ സിബലിൻ്റെ വാദം. പക്ഷേ ഈ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചോദിച്ചത് മുസ്ലിങ്ങൾക്കെതിരെ നിയമനിർമ്മാണം പാടില്ല എന്നാണോ താങ്കൾ പറയുന്നത് എന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. മാത്രമല്ല, നിരവധി വ്യക്തി നിയമങ്ങൾക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ അതിനെ കടന്നു കയറിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ആ രീതിയിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യം സഞ്ജീവ് ഖന്നയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. എല്ലാ മതങ്ങളുടെയും വ്യക്തി നിയമങ്ങളിൽ പാർലമെൻറ്റ് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ നിയമം രൂപീകരിക്കാൻ അല്ലെങ്കിൽ നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം ഇല്ലെന്നാണോ കപിൽ സിബൽ പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കപിൽ സിബൽ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മുസ്ലിം ആണെന്ന് സർക്കാരിന് മുന്നിൽ തെളിയിക്കണമെന്നുള്ള ആ ചട്ടം, അതായത് 5 കൊല്ലം മുസ്ലിം മതം ആചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്വത്തുക്കൾ ദാനം ചെയ്യാൻ അല്ലെങ്കിൽ വഖഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് വഖഫ് നിയമത്തിൽ പറയുന്നത്. ഇത് വ്യക്തി നിയമത്തിന് എതിരാണ് എന്നാണ് കപിൽ സിബലിൻ്റെ വാദം വരുന്നത്. ഏകദേശം 73 ഹർജികളാണ് ഇന്ന് ഉച്ചയ്ക്ക് 11 മണിവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹർജികളെല്ലാം പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. മാത്രമല്ല, ഇത് സുപ്രീം കോടതി പരിഗണിക്കണോ അതോ ഹൈക്കോടതികളുടെ പരിഗണനയ്ക്ക് വിടണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഏതായാലും ഇതിലെ പ്രധാന ഹർജിക്കാരെ എല്ലാം കേൾക്കാമെന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ 26 അനുച്ഛേദമൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ഈ വഖഫ് ഈ മുസ്ലിം ആചാരവുമായി ബന്ധപ്പെട്ട് അവരുടെ ചര്യകളെ ബാധിക്കുന്നതാണ്, അതിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നടക്കമുള്ള പരാമർശങ്ങളാണോ കപിൽ സിബൽ ആദ്യം തന്നെ ഉയർത്തുന്നത്? അതായത് ഇതിനൊരു സ്റ്റേ എന്ന ഒരു അനിവാര്യത ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ ബസന്ത്? ആ ഒരു ഘട്ടത്തിലേക്കൊന്നും വാദം ഇപ്പോൾ എത്തിയിട്ടില്ല. പ്രാഥമികമായ വാദമുഖങ്ങൾ മാത്രമാണ് ഇപ്പോൾ കപിൽ സിബൽ ഉന്നയിക്കുന്നത്. പ്രധാനമായും ഞാൻ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഭൂമി വഖഫ് അല്ല എന്ന് സർക്കാർ പറഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ലാതാകുന്നു എന്നുള്ളൊരു വ്യവസ്ഥ ഇതിലുണ്ട്. അതായത് സർക്കാരിൻ്റെ ഭൂമി വഖഫ് ആണ് എന്നുള്ള തരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടെങ്കിൽ, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്നുള്ളതാണ്. അത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭൂമി വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സർക്കാർ തന്നെ പറയുകയാണെങ്കിൽ അത് വഖഫ് അല്ലാതാകുന്ന ഒരു സ്ഥിതി വരുന്നു ഈ പുതിയ നിയമപ്രകാരം. ഈ വ്യവസ്ഥയിലൂടെ പല ഭൂമികളും വഖഫ് ഭൂമി അല്ലെന്ന ഉത്തരവ് സർക്കാരിന് ഇറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് സർക്കാരിൻ്റെ കൈവശം ഇരിക്കുന്ന പല വസ്തു, ഇപ്പം പ്രത്യേകിച്ചും കഴിഞ്ഞ ഈ പാർലമെൻറ്റിലെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിൽ സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഡൽഹിയിലെ സമീപത്തുള്ള, അതായത് പാർലമെൻറ്റിന് സമീപമുള്ള സ്ഥലങ്ങളുമൊക്കെ ഇരിക്കുന്ന ഏകദേശം 123 വസ്തുവകകൾ അത് വഖഫാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നേരത്തെ തന്നെ ഒരു തീരുമാനം വന്നിരുന്നു. അതായത് 2013 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അവയെല്ലാം തന്നെ വീണ്ടും നോട്ടിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പുതിയ BJP സർക്കാർ വന്ന ശേഷം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് വഖഫാണ് എന്ന് പറയുന്ന വസ്തുക്കൾ ഇത് സർക്കാർ ഭൂമിയാണെങ്കിൽ സർക്കാരിന് പറയാം ഇത് വഖഫ് അല്ല എന്നുള്ളത് പറഞ്ഞിട്ട് സർക്കാരിന് അത് മാറ്റാവുന്ന ഡീനോട്ടിഫൈ ചെയ്യാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ കളക്ടറാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കപിൽ സിബലിൻ്റെ വാദം പ്രധാനമായും വന്നിരിക്കുന്നത്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് ഇത് മാറുന്നു. നേരത്തെ സർവേ അധികൃതർ ഉണ്ടായിരുന്നു, ഒരു സമിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഒരു കളക്ടർ എന്ന് പറയുന്ന ജില്ലാ കളക്ടർക്ക് ഈ അധികാരങ്ങളൊക്കെ നൽകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് എന്നാണ് ഇപ്പോൾ കപിൽ സിബലിൻ്റെ വാദം വരുന്നത്. മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് കപിൽ സിബൽ ഇപ്പോൾ വാദങ്ങൾ ഉന്നയിക്കുന്നത്.
ശരി, ലീഗിന് വേണ്ടിയാണ് ഇപ്പോൾ കപിൽ സിബൽ അഭിഭാഷകൻ കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഒരു മതത്തിന്റെ ആചാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റം എന്ന നിലയിലാണ് അനുച്ഛേദമൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കപിൽ സിബൽ വാദിക്കുന്നത്.